അസ്സലാമു അലൈക്കും. സഹറത്ത് അർക്കാനുൽ ഇസ്ലാമിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നാം ഇപ്പോൾ ഉള്ളത് റമദാന്റെ രണ്ടാമത്തെ പത്തിലാണ്. രണ്ടാമത്തെ പത്തിന്റെ പ്രത്യേകത പാപമോചനത്തിന്റെ ദിനങ്ങളാണ്. നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് പാപമോചനം നേടാൻ പറ്റിയ ഏറ്റവും മഹനീയമായ ദിനങ്ങളാണ് ഈ 10 ദിനങ്ങൾ. കൊടിയ പാപങ്ങൾ ചെയ്തവർ പോലും ആ പാപങ്ങളെല്ലാം അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് പാപങ്ങളിൽ നിന്നെല്ലാം മോചിതരായ ഒരുപാട് സന്ദർഭങ്ങൾ ഖുർആനിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പാപങ്ങൾ ചെയ്തവർ പോലും ആ പാപങ്ങളെല്ലാം അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കാൻ പറ്റിയ ഈ ദിനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന് ഓർത്തുകൊണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടും ജനാബ് അബ്ദുൾ റഹ്മാൻ മൗലവിയുടെ റമദാൻ സന്ദേശത്തിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അല്ലദീന ഹും അഹ്ലുസ്സദിഖി വൽ വഫാ. ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാർ, പരിശുദ്ധമായ റമദാനിൻ്റെ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞത് അവ്വലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ വ ആഖിറുഹു ഇത്ഖും മിനന്നാർ. റമദാനിൻ്റെ ആദ്യ ഭാഗം കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം പാപമോചനത്തിൻ്റെ ഭാഗമാണ്. മൂന്നാമത്തെ ഭാഗം നരകമോചനത്തിൻ്റെ ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗമായ പാപമോചനത്തിൻ്റെ പ്രധാനപ്പെട്ട വഴിയിലാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ദാസന്മാർക്ക് അവർ ചെയ്ത ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കാൻ വേണ്ടി പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഒരു ഭാഗം കൂടിയാണ് രണ്ടാമത്തെ ഭാഗം. റമദാനിൻ്റെ എല്ലാ സമയങ്ങളിലും അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പൊറുക്കലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാധാന്യം കൊടുത്ത ഒരു ഭാഗമാണ് രണ്ടാമത്തെ ഭാഗം. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ അല്ലാത്ത എല്ലാ മനുഷ്യന്മാരും തെറ്റുകൾ ചെയ്യുന്നവരാണ്, കുറ്റങ്ങൾ ചെയ്യുന്നവരാണ്. അവിടെ പാപങ്ങളിൽ നിന്ന് മുക്തമാവാൻ, ദോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ, അള്ളാഹുവുമായി ഏറ്റവും അടുക്കാൻ അള്ളാഹു ഒരു അവസരം ഈ പരിശുദ്ധമായ റമദാനിലൂടെ അള്ളാഹു മനുഷ്യർക്ക് നൽകുന്നു. അത് വേണ്ടതുപോലെ നാം കൈകാര്യം ചെയ്യുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ ഉപദേശിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരു ദോഷവും ഒരു കുറ്റവും ഒരു പാപവും ചെയ്യാത്ത മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിനം പ്രതി 100 തൗബ ചെയ്യാറുണ്ട് എന്ന് മഹാനായ പ്രവാചകൻ തൻ്റെ വചനങ്ങളിൽ പറഞ്ഞതായി നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ദോഷവും ചെയ്യാത്ത ത്വാഹ ബഷീർ ചെയ്യുന്നതാണ് തൗബ ദിവസം 100. അതുകൊണ്ട് ദിനം പ്രതി ഒരുപാട് തെറ്റുകളുമായി ബന്ധപ്പെടുന്ന പാപപങ്കിലമായ മനസ്സിൻ്റെ ഉടമകളായ നമ്മൾ ദോഷങ്ങളിൽ നിന്ന് വിരമിക്കാൻ വേണ്ടി, ദോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി, അള്ളാഹുവിനോട് പാപമോചനം അർത്ഥിക്കാൻ വേണ്ടി ഓരോരുത്തരും തയ്യാറാവണം. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അവന് തൗബ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 നിബന്ധനകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തത് അന്നദം, അവൻ ഖേദിക്കലാണ്. അവൻ ചെയ്ത പാപം വല്ലാത്ത പാപമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ അവൻ കരയുകയും കേണപേക്ഷിക്കുകയും ആ ദോഷം ചെയ്തതിൻ്റെ പേരിൽ അവൻ ഖേദിക്കുകയും ചെയ്യണം എന്നതാണ് ഒരു നിബന്ധന. രണ്ടാമത്തെ നിബന്ധനയാവട്ടെ, ഇനി ആ ദോഷത്തിലേക്ക് ഞാൻ മടങ്ങുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക. ഈ തോബയോടുകൂടി ഇനി അവൻ ദോഷത്തിൽ നിന്ന് പരിപൂർണമായി ഒഴിഞ്ഞു നിൽക്കണം. അത് ശരിയായ ഒരു പ്രതിജ്ഞയാണ്. അല്ലാതെ നാം പറയാറുള്ളത് പോലെ കാക്കയുടെ തൗബ എന്നതുപോലെ ദോഷങ്ങൾ ചെയ്ത് തൗബ ചെയ്ത് വീണ്ടും ദോഷം ചെയ്ത് തൗബ ചെയ്ത് അള്ളാഹുവിനെ പരിഹസിക്കുന്ന രീതിയിലുള്ള
പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാവരുത്. മൂന്നാമത്തതാവട്ടെ, അവൻ ദോഷങ്ങളിൽ നിന്ന് വിരമിക്കലാണ്. ഏത് ദോഷമാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ദോഷങ്ങളിൽ നിന്ന് പരിപൂർണമായി അവൻ ഒഴിവാകലാണ്. നാലാമത്തത്, മനുഷ്യന്മാരുമായി വല്ല ഇടപാടുകൾ ഉണ്ടെങ്കിൽ അത് വാചികമാകട്ടെ സാമ്പത്തികമാവട്ടെ ആ ദോഷങ്ങളിൽ നിന്നെല്ലാം ആ ഹക്കുകളെല്ലാം അവൻ ഒഴിവാക്കി കൊടുക്കണം. മറ്റുള്ളവരോട് സാമ്പത്തികമായ വല്ല കൈകാര്യങ്ങളും ചെയ്യാനുണ്ടെങ്കിൽ ഇനി ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം അവൻ ചെയ്തു കൊടുക്കേണ്ടതാണ്. മനുഷ്യന്മാരോട് കടമിടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കടം അവന് വീടിക്കൊടുക്കണം എന്നതാണ് അവനുമായിട്ടുള്ള ഹക്ക്. അതുപോലെ തന്നെ അവനെ ചീത്ത പറയുകയോ അതുപോലെ തന്നെ പരദൂഷണം പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് പോയിട്ട് മാപ്പപേക്ഷിക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ ആ തൗബ സ്വീകരിക്കാനുള്ള നിബന്ധന എന്ന് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. ഈ രണ്ടാമത്തെ 10 വേണ്ടതുപോലെ നാം വിനിയോഗിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. സഹറത്ത് അർക്കാൻ ഇസ്ലാമിലേക്ക് സ്വാഗതം. ആരാണ്? അത് ഷഹീർ ആണ്. എവിടെന്നാണ്? ഇത് മസ്കറ്റ് സ്റ്റീവിൽ. ഓക്കെ, എവിടെ വർക്ക് ചെയ്യുന്നു? സ്റ്റീവിൽ വർക്ക് ചെയ്യുന്നു. ആരൊക്കെ ഉണ്ട് കൂടെ? കൂടെ എന്റെ സുഹൃത്തുണ്ട്, ശ്രീജിത്ത് എന്ന് പറയുന്ന സുഹൃത്തുണ്ട്. നോമ്പിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. നോമ്പ് അൽഹംദുലില്ലാ നല്ല 10 കഴിഞ്ഞു. ഈ രണ്ടാമത്തെ 10 മാപ്പുറത്തിന്റെ 10 നല്ല രീതിയിൽ പോകുന്നു. നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ വേറെ ആരാ കൂടെ ഉള്ളത്? കൂടെയുള്ളത് എന്റെ ഒരു സുഹൃത്താണ്, ശ്രീജിത്ത് എന്ന് പറയും. ഓക്കെ ഓക്കെ. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കും. പൊറുക്കപ്പെടാത്തതായിട്ട് ഖുർആനിൽ പറയപ്പെട്ട മഹാപാപം എന്താണ്? എന്താണ്? പൊറുക്കപ്പെടാത്തതായിട്ട് ഖുർആനിൽ പറയപ്പെട്ട മഹാപാപം അതെന്താണ്? ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഇല്ല. ഷിർക്കൽ. ഉറപ്പാണോ? ഉറപ്പാണ്. ആരാ പറഞ്ഞേ? ആരും പറഞ്ഞതില്ല. ഷിർക്കല്ല. പങ്കു ചേർക്കാത്ത, ദൈവത്തോട് പങ്കു ചേർക്കാതെ കുറച്ചുകൊണ്ട് പങ്കു ചേർക്കാന്ന് ക്ഷമിക്കരുത്, ഒന്നും ക്ഷമിക്കല്ലോ. അതെ, കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റ്സ്. അൽക്കൈസ് ഷോപ്പിംഗ് സെന്റർ നൽകുന്ന ഗിഫ്റ്റ് വാച്ചിട്ടുണ്ട് സമ്മാനമായിട്ട്. ഓക്കെ ഓക്കെ, ഹാപ്പി ആയില്ലേ? ഹാപ്പിയായി. ഇത് 3ാമത്തെ ഗിഫ്റ്റ് വാച്ചറാണ്. അതെയോ? ഈ ഇത്തവണത്തെ 3ാമത്തെ ആണോ? അപ്പോൾ ഇനി ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാമോ? ബാക്കിയുള്ളവർക്കും കൂടി അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി വിളിക്കാം. അസ്സലാമു അലൈക്കും. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സഹറത്ത് അർക്കാൻ ഇസ്ലാമിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് എന്താണ് പേര്? ജർഹാൻ. ജർഹാൻ. എവിടെ നിന്നാണ്? ദുബായിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഓക്കെ, എവിടെ വർക്ക് ചെയ്യുന്നു? ഏത് കമ്പനിയിലാണ്? ദുബായിലെ ഫാർമസിയിലാണ്. ഫാർമസിയിലാണ്. ഓക്കെ. ആരൊക്കെയുണ്ട് ദുബായിൽ കൂടെ? ദുബായിൽ എന്റെ കൂടെ എന്റെ വൈഫും എന്റെ മോളും ഉണ്ട്. ഒത്തിരി നാളായി ദുബായിൽ വന്നിട്ട്? ഞാനിപ്പോ 9 മാസമായി. 9 മാസമായിട്ടേ ഉള്ളൂ. അപ്പൊ ദുബായൊക്കെ ഇഷ്ടായോ? ഓ, ദുബായ് എങ്ങനെ പോണു? അപ്പൊ ഇടയ്ക്ക് മസ്കറ്റും കൂടി വിസിറ്റ് ചെയ്യാം. ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. ഓക്കെ. അപ്പൊ നോമ്പ് എങ്ങനെ പോന്നു? നോമ്പ് കുറച്ച് ചൂടാണ്, എന്നാലും കുഴപ്പമില്ല, ഉഷാറായി പോകുന്നു. ഉഷാറായി പോന്നു. നാട്ടിലെവിടെയാണ്? നാട്ടില് കാലിക്കറ്റ് എയർപോർട്ടിന്റെ അടുത്താ, പള്ളിക്കുൾ ബസാറിനോട്. ഓക്കെ ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഞാൻ? ഓ, ചോദിച്ചോളൂ. ഒരു അധ്യായത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഹ എന്ന അക്ഷരത്തിലാണ് വിരാമം ചെയ്തിരിക്കുന്നത്. ഈ അധ്യായം ഏതാണ്? ഹ എന്ന അക്ഷരത്തിനാണ് തുടക്കം മുതൽ. സൂറത്തിന്റെ പേര് പറയൂ. സൂറത്തിന്റെ പേര് എന്താണ്? ആണോന്ന് ചോദിക്കരുത്, ഉറപ്പായിട്ട് ഉറപ്പിച്ചിട്ട് ഒരു സൂറത്തിന്റെ പേര് പറയൂ. എന്ന് പറഞ്ഞ സൂറത്താണ്. ഒരു പിന്നെ അതിന്റെ പേര് സൂറത്ത് ലുഹ എന്നാണോ? ആണോ? അതന്നെ അതന്നെ. ഉറപ്പാണോ? ഒരു സെക്കൻഡ്, വൈഫിനോടൊന്ന് ചോദിച്ചോട്ടെ. പെട്ടെന്ന് ചോദിക്കൂ, പെട്ടെന്ന് പെട്ടെന്ന്, സമയം പോന്നു.
ശംസു വദ്ദുഹാഹ. പറഞ്ഞോളൂ, പെട്ടെന്ന് പറയൂ. സൂറത്ത് വുഹ അല്ലേ? പറയും പെട്ടെന്ന് പറയണേ, സമയം പോന്നു. സൂറത്ത് വുഹ. തെറ്റിപ്പോയിരിക്കാണ്. അല്ല 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 അല്ല, സൂറത്ത് ശംസ്. സൂറത്ത് ശംസ്. ഇല്ല, ആദ്യം ഒരു ആൻസർ പറഞ്ഞില്ലേ? ഇതാ പറഞ്ഞത്. കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് ആൻസർ പറയാ, കാരണം നമ്മുടെ റൂൾ അതാണ്. അപ്പൊ എല്ലാ കോളേഴ്സും ഇത് ഇതാക്കില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി വിളിക്കാം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. സഹറ തർക്കാൻ ഇസ്ലാമിലേക്ക് സ്വാഗതം. ആരാണ്? റംസീന. റംസീന, എവിടുന്നാണ്? ബർക്കൻ. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ടോ ആന്റി? ഏ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫാ. ഹൗസ് വൈഫ് ആണ്. നേരത്തെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് വിളിക്കുന്നു. ആദ്യമായിട്ട് വിളിക്കാണ്. അപ്പൊ നമ്മുടെ പരിപാടി എന്നും കാണാറില്ലേ? ഞാൻ എന്നും കാണാറുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ കണ്ടിരുന്നോ? അന്ന് വിളിച്ചോ? വിളിച്ചിന് ട്രൈ ചെയ്ത് കിട്ടിയിട്ടില്ല. കിട്ടിയില്ല. അപ്പൊ ഇത്തവണ കിട്ടി. ആ ഒരു സന്തോഷം ഉണ്ടല്ലേ? പിന്നെ നോമ്പ് എങ്ങനെ പോന്നു? അടിപൊളിയായി പോന്നു. അടിപൊളിയായിട്ട് പോന്നു. നാട്ടിലെവിടെയാണ്? നാട്ടില് കണ്ണൂര്. ഇവിടെ ആരൊക്കെയാ ഉള്ളത് കൂടെ? ഇവിടെ ഹസ്ബൻഡിന്റെ ഏട്ടന്മാരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ആ ഒരു അധ്യായത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഹ എന്ന അക്ഷരത്തിലാണ് വിരാമം വന്നിരിക്കുന്നത്. ഓക്കെ, ആ അധ്യായം ഏതാണ്? ഓപ്ഷൻ ഉണ്ടാ? ഓപ്ഷൻ ഇല്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ്. അപ്പം സൂറത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ മതി. സൂറത്ത് നാസാണ്. ആണോ എന്ന് ചോദിക്കരുത്, ഒരു ആൻസർ ഉറപ്പിച്ചു പറയണം. സൂറത്ത് നാസ്. ഉറപ്പിച്ചോ? തെറ്റിപ്പോയി ആന്റി. ആന്റി ഫോൺ വെച്ചിട്ട് ഖുർആൻ ഒന്ന് നോക്ക്. ഓക്കെ, അപ്പൊ കറക്റ്റ് അപ്പോഴും അറിയാം. ഇപ്പൊ കറക്റ്റ് ആൻസർ അറിയാനായിട്ട് പ്രോഗ്രാമും കാണാം. ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കണം. അസ്സലാമു അലൈക്കും. സഹറ തർക്കാനുൽ ഇസ്ലാമിൽ ഇനിയൊരു ചെറിയ ഇടവേള. Lulu presents Dream Drive. Shop at Lulu today and drive home your dream. Now with every purchase of 10 Omani Riyal, get a chance to win 6 BMW X5 35i and other fabulous prizes. Hurry and shop now while the promotion is on. Offer valid from 7th June to 5th August. Lulu, where the world comes to shop. Terms and conditions apply. Zahra Phones, ഒമാനിലെ ഏറ്റവും വിപുലമായ മൊബൈൽ അക്സസറീസ് വിൽപ്പന ശൃംഖല. നിങ്ങളുടെ ഇഷ്ട ബ്രാൻഡുകൾ സ്വന്തമാക്കുവാൻ വിശ്വസനീയമായ നാമം സെഹ്റ ഫോൺസ് ഒമാൻ. വാക്കുകളാൽ ഇഴചേർത്ത ബന്ധങ്ങളിലെ ഊഷ്മളത തുടരട്ടെ. സെഹ്റ ഫോൺസ്, സെഹ്റാത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഒമാൻ, UAE, ഇന്ത്യ. എല്ലാ പ്രേക്ഷകർക്കും സെഹ്റ ഫോൺസിന്റെ റമദാൻ ആശംസകൾ. Al-Rafa Hospital LLC, DM Healthcare. The hospital, ideally located at Al Gubra, is part of the DM Healthcare headed by Dr. Azad Mopin. 3 fully fledged and functioning operation theatre. Different department of excellence like Department of Urology, Gastroenterology, Laparoscopic Excellence Center. People of Oman need not travel to other countries for their treatment needs. Al-Rafa Hospital LLC, DM Healthcare. സഹറ തർക്കാനുൽ ഇസ്ലാമിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. സഹറ തർക്കാനുൽ ഇസ്ലാമിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ഹനീഫ. ഹനീഫ, എവിടുന്നാണ്? മസ്കത്തിൽ നിന്ന്. എന്ത് ചെയ്യുന്നു? ഞാനൊരു വീട്ടിൽ ജോലി ചെയ്യുന്നു. ഓക്കെ, എത്ര നാളായി ഒമാനിൽ വന്നിട്ട്? ഒമാനിൽ വന്നിട്ടൊരു 12 വർഷമായി. ഓക്കെ, നാട്ടിലെവിടെയാണ്? നാട്ടില് പാലക്കാട് ഡിസ്ട്രിക്റ്റില് കറുകപ്പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. ആഹാ, നോമ്പ് എങ്ങനെ പോന്നു? നോമ്പ് അൽഹംദുലില്ലാ ഹൈറായിട്ട് പോകുന്നു. ഹൈറായിട്ട് പോന്നു. ഓക്കെ, അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ചോദിക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു അധ്യായത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഹ എന്ന അക്ഷരത്തിലാണ് വിരാമം ചെയ്തിരിക്കുന്നത്. പ്രസ്തുത അധ്യായം ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാമോ? ശരിക്കും കേട്ടില്ല.
ഒരു അധ്യായത്തിന്റെ, അതായത് ഒരു സൂറത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഹ എന്ന അക്ഷരത്തിലാണ് വിരാമം ചെയ്തിരിക്കുന്നത്. ഈ സൂറത്ത് ഏതാണ്? ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? ഓപ്ഷൻ ഇല്ല. ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഇല്ല. പറയാമോ? പെട്ടെന്ന് പറയാമോ? ഹലോ, അത് കിട്ടുന്നില്ലല്ലോ. കിട്ടുന്നില്ല? ഇല്ല, കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. കറക്റ്റ് ആൻസർ ആയിട്ട് പ്രോഗ്രാം കാണാം. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനിയും വിളിക്കാം. അസ്സലാമു അലൈക്കും. സഹറ തർക്കാനിലെ ഇസ്ലാമിലേക്ക് സ്വാഗതം. ആരാണ്? റിയാസ്. റിയാസ്, എവിടുന്നാണ്? ഹലോ, എവിടുന്നാ സംസാരിക്കുന്നത്? ഓക്കെ, എവിടെ വർക്ക് ചെയ്യുന്നു? ഞാനിവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. നോമ്പ് ഉഷാറായിട്ട് പോകുന്നില്ലേ? ഉഷാറായിട്ട് പോകുന്നു, അൽഹംദുലില്ലാ. ആരൊക്കെയുണ്ട് കൂടെ? എന്റെ കൂടെ മജീദ്, ഞാനും. ആരാണ് ഈ മജീദ്? ഫ്രണ്ട് ആണോ? ആരാണ്? മജീദ് കുന്നമംഗലം. ആ, എന്റെ റൂംമേറ്റാ. റൂംമേറ്റ് കാണുന്നവരെല്ലാരും. ആഹാ, പ്രോഗ്രാം ഒക്കെ എല്ലാരും കാണാറില്ലേ? കാണുന്നുണ്ട്. എന്നും കാണാറില്ലേ? കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ അല്ലേ? അപ്പൊ ഫസ്റ്റ് ടൈം വിളിക്കാണോ? അതെ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അപ്പൊ? ഹലോ, ഓക്കെ. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു അധ്യായത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഹ എന്ന അക്ഷരത്തിലാണ് വിരാമം ചെയ്തിരിക്കുന്നത്. പ്രസ്തുത അധ്യായം ഏതാണ്? ഏതാണ് സൂറത്ത്? അറിയാമോ? ഹലോ, ഓപ്ഷൻ പറയുമോ? ഓപ്ഷൻ ഇല്ല. ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻ ഇല്ല. ഇല്ല. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ആവർത്തിക്കോ? ഒരു തവണയുടെ ക്വസ്റ്റ്യൻ പറയാം. ഒരു അധ്യായത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഹ എന്ന അക്ഷരത്തിലാണ് അവസാനിക്കുന്നത്, വിരാമം ചെയ്തിരിക്കുന്നത്. ഈ സൂറത്ത് ഏതാണ്? അറിയാമോ? ഹലോ, അറിയില്ല. ആൻസർ ഇതാണ്, സൂറത്തുൽ ഷംസ്. സൂറത്തുൽ ഷംസ്. ഇനി മറക്കണ്ട കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി വിളിക്കാം. അസ്സലാമു അലൈക്കും. ഹലോ ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. സഹറ തർക്കാനിലെ ഇസ്ലാമിലേക്ക് സ്വാഗതം. ആരാണ്? അബ്ദുൽ മനാഫ്. എവിടുന്നാണ്? ഗോബ്ര. എന്ത് ചെയ്യാണ്? ഇവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഏത് കമ്പനിയിലാണ്? ഹലോ ഹലോ, ഏത് കമ്പനിയിലാണ്? ഓഫീസ് ബോയ്. ഓക്കെ. എത്ര നാളായി ഒമാനില്? 2 വർഷം. നോമ്പ് എങ്ങനെ പോന്നു? ആ, കുഴപ്പമില്ല, ഉഷാറാണ്. ഉഷാറാണ്. നാട്ടിലെവിടെയാ? നാട്ടില് കൊല്ലം. നമ്മുടെ പ്രോഗ്രാം എന്നും കാണാറില്ലേ? ആ, കാണാറുണ്ട്. എന്നും കാണാറുണ്ട്. ആദ്യമായിട്ട് വിളിക്കാണോ? അല്ലല്ല, മുമ്പ് വിളിച്ചിരുന്നു. ഈ സീസണിൽ തന്നെയാണോ മുമ്പ് വിളിച്ചത്? അല്ല, കഴിഞ്ഞ പ്രാവശ്യം. സമ്മാനം കിട്ടിയിരുന്നോ? ഇല്ല. ഇല്ല. അപ്പൊ ഇത്തവണ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാണ്. സൂറത്തുൻ നസ്റിന് ശരിയായ വ്യാഖ്യാനം നൽകിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ പാണ്ഡിത്യം തെളിയിച്ച യുവാവായ സഹാബി ആരാണ്? ഓപ്ഷൻസ്: ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു. ആൻസർ പറയണോ? ആ, ഉറപ്പാണോ? അതെ, നല്ല കോൺഫിഡന്റ് ആണ്? ഉറപ്പാണ്? ഉറപ്പ്. ആരാ പറഞ്ഞെന്ന്? ഞാൻ തന്നെ. ആൻസർ ഒന്നുകൂടി പറയാമോ? ഉറക്കെ പറയാമോ? ഹലോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. എന്തോ ഒരു കൺഫ്യൂഷൻ എന്നാലും. ഹലോ ഹലോ, കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഷോപ്പിംഗ് സെന്റർ നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. ആരാ ഹെൽപ്പ് ചെയ്തത്? ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.
Lulu presents Dream Drive. Shop at Lulu today and drive home your dream. Now with every purchase of 10 Omani Riyal, get a chance to win 6 BMW X535i and other fabulous prizes. Hurry and shop now while the promotion is on. Offer valid from 7th June to 5th August. Lulu, where the world comes to shop. Terms and conditions apply. സെഹ്റ ഫോൺസ് ഒമാനിലെ ഏറ്റവും വിപുലമായ മൊബൈൽ അസസറീസ് വിൽപ്പന ശൃംഖല. നിങ്ങളുടെ ഇഷ്ട ബ്രാൻഡുകൾ സ്വന്തമാക്കുവാൻ വിശ്വസനീയമായ നാമം സെഹ്റ ഫോൺസ് ഒമാൻ. വാക്കുകളാൽ ഇഴചേർത്ത ബന്ധങ്ങളിലെ ഊഷ്മളത തുടരട്ടെ. സെഹ്റ ഫോൺസ്, സെഹ്റാത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഒമാൻ, UAE, ഇന്ത്യ. എല്ലാ പ്രേക്ഷകർക്കും സെഹ്റ ഫോൺസിന്റെ റമദാൻ ആശംസകൾ. Al Rafa Hospital LLC, DM Healthcare. The hospital, ideally located at Al Gubra, is part of the DM Healthcare headed by Dr. Azad Mopin. 3 fully fledged and functioning operation theatres, different department of excellence like Department of Urology, Gastroenterology, Laparoscopic Excellence Center. People of Oman need not travel to other countries for their treatment needs. Al Rafa Hospital LLC, DM Healthcare. സെഹ്റത്ത് അർക്കാനുൽ ഇസ്ലാമിൽ അടുത്തതായി റമദാനിലെ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് മോഡേൺ അൽ സലാമ പോളി ക്ലിനിക്കിലെ റേഡിയോളജിസ്റ്റ് ഡോക്ടർ ശില്പ പ്രസന്നൻ നമ്മോട് സംസാരിക്കുന്നു. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ റംസാൻ ആശംസകൾ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫാസ്റ്റിങ്ങിൽ നമുക്കുണ്ടാകുന്ന ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസിനെ കുറിച്ചാണ്. മെയിൻലി നമുക്ക് കുറച്ച് കോമൺ സിംറ്റംസ് ആണ് ഫാസ്റ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. കോമൺ എന്ന് ഞാൻ മീൻ ചെയ്യുന്നത് നെഞ്ചരിച്ചിൽ, തലവേദന, തലകറക്കം, അങ്ങനെ കുറച്ച് സിംറ്റംസ്, ഈവൻ സ്ട്രെസ്സ് വരെ നമുക്ക് ഉണ്ടാകാറുണ്ട്. അതൊക്കെ നമ്മുടെ ആ നോർമൽ റൂട്ടീൻസ് മാറുന്നത് കൊണ്ടും സ്ലീപ്പ് പാറ്റേൺസ് തന്നെ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടുമാണ്. ഒരു റേഡിയോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ എൻ്റെ സ്കാനിങ്ങിൽ വഴി കണ്ടുവരുന്നത് മെയിൻലി ഒരു 3-4 പ്രശ്നങ്ങളേ ഉള്ളൂ. എന്ന് വെച്ചാൽ ആദ്യമേ എനിക്ക് എടുത്ത് പറയാനുള്ളത് വയറുവേദനയായിട്ട് കുറേ പേഷ്യൻസ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അത് മെയിൻലി 70% ഗ്യാസ്ട്രൈറ്റിസ് കാരണമാണ്. പക്ഷേ അത് വേറെ എന്തെങ്കിലും കാരണത്താൽ ആണെങ്കിൽ തന്നെ നമുക്കത് അൾട്രാസൗണ്ട് വഴി കണ്ടുപിടിച്ച് നമുക്കത് മാറ്റാവുന്നതാണ്. പിന്നെ നമ്മൾ കണ്ടുവരുന്ന സെക്കൻഡ്ലി കാണുവരുന്നത് കിഡ്നി സ്റ്റോൺസ് ആണ്. കിഡ്നി സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ നേരത്തെ കിഡ്നി സ്റ്റോൺസ് ഉണ്ടായ പേഷ്യൻസ് ഉണ്ടാവും, അവരുടെ സ്റ്റോൺസ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ സ്റ്റോൺസിൻ്റെ സൈസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അങ്ങനെ കിഡ്നി സ്റ്റോൺസിൻ്റെ ബന്ധമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് അൾട്രാസൗണ്ട് വഴി കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് പിത്തസഞ്ചിയിലുണ്ടാകുന്ന കല്ലുകൾ. പിത്തസഞ്ചി നമ്മുടെ നോർമൽ ഫാസ്റ്റിംഗ് ഡേയ്സിൽ നമ്മുടെ പിത്തസഞ്ചിയുടെ പ്രവർത്തനം കുറഞ്ഞു വരുന്നതായാണ് കാണുന്നത്. അതുകൊണ്ട് അതിലും കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ കണ്ടുവരുന്ന UTI എന്ന് പറഞ്ഞാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അത് നമ്മൾ ഇത്രയും മണിക്കൂർ ഫാസ്റ്റിങ്ങിൽ നിൽക്കുന്നത് കൊണ്ട്, വെള്ളം കുടിക്കാതെ ഈ നിൽക്കുന്നത്, ഫ്ലൂയിഡ് ഇൻടേക്ക് കുറയുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ചെറിയ ഒരു ഡയറ്റ് മോഡിഫിക്കേഷൻസിലൂടെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു ഹെൽത്ത് റിലേറ്റഡ് റിസ്ക്കും ഈ ഫാസ്റ്റിംഗ് വഴി നമുക്കുണ്ടാകുന്നില്ല. എല്ലാത്തിനും അതിൻ്റേതായ നമുക്ക് വഴികളുണ്ട്. പിന്നെ ഏറ്റവും നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് ഒരു ഡിസിപ്ലിനറി അപ്രോച്ച് ടു ഫാസ്റ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ മീൻ ചെയ്യുന്നത്, നമുക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അധികമായിട്ട് കഴിക്കാതിരിക്കാൻ നോക്കുക. പിന്നെ ഈ ഹെവിലി പ്രോസസ്ഡ് ഫുഡ്സ് കഴിക്കാതിരിക്കാൻ നോക്കുക. ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് റിച്ച്, പിന്നെ ഫൈബർ റിച്ച് ഫുഡ്സ് കഴിക്കാൻ നോക്കുക. കൂടുതൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, സാലഡ്സ് നമ്മളെ ഡയറ്റിൽ ഉണ്ടാകാൻ നോക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ വരുന്നത്, നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ ഉണ്ട് നമ്മൾ ഫാസ്റ്റിംഗ് അഡ്വൈസ് ചെയ്യാത്തത്. അതായത് പ്രഗ്നൻസിയിൽ നമ്മൾ ഫാസ്റ്റിംഗ് അഡ്വൈസ് ചെയ്യുന്നില്ല. പിന്നെ ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻസിനോട് നമ്മൾ ഫാസ്റ്റിംഗ് അഡ്വൈസ് ചെയ്യാറില്ല. പിന്നെ ചില മെഡിക്കേഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ഉണ്ട്. അവർ ഈ ഫാസ്റ്റിങ്ങിന് മുമ്പായിട്ട് അവരുടെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് അതിൻ്റേതായ അഭിപ്രായം നേടേണ്ടതാണ്. എന്ന് വെച്ചാൽ ഫാസ്റ്റിംഗ് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഉള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ്, കിഡ്നി, ലിവർ റിലേറ്റഡ് പ്രോബ്ലംസ്, അങ്ങനെയുള്ള പേഷ്യൻസ് എല്ലാം ഫാസ്റ്റിംഗ് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പക്ഷേ അവർക്ക് എന്തായാലും അവരുടെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ കണ്ട് അതിൻ്റേതായ അഡ്വൈസ് നേടാവുന്നതാണ്. ഓവറോൾ എനിക്ക് പറയാനുള്ളത്, ഫാസ്റ്റിംഗ് ഈസ് എനിവേ വെരി ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ എക്സ്പീരിയൻസ്. So health is, and remember that health is always very important, and health is a main key to happiness. Wishing you, all of you, a blessed, healthy and happy Ramadan fast.
അർക്കാനുൽ ഇസ്ലാമിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ്. ഇന്ന് വിളിച്ച എല്ലാ കോളേഴ്സിനും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നാളെ ഇതിലും കൂടുതൽ കോളേഴ്സിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഷഹാന താശി വിട വാങ്ങുന്നു. അസ്സലാമ.